നിന്നും നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ജലോത്സവ പ്രേമികളുടെ ആവേശം വാനോളമുയർത്തി കടവിൽ ചുണ്ടൻ നീരണിഞ്ഞു. ഇനി വരാനിരിക്കുന്ന കരുത്തിന്റെ മാമാങ്കമായ ജലമേളകളിൽ കടവിൽ ചുണ്ടനും കുതിച്ചുപായും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി ചുണ്ടൻ വള്ളത്തിന്റെ കൂദാശ കർമ്മം നിർവഹിച്ചു. ഡോക്ടർ കെ.സി. ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആന്റോ ആന്റണി MP, സിനിമ സീരിയൽ താരം കൈലാഷ് എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ചുണ്ടൻ വള്ളങ്ങളുടെ പെരുന്തച്ചൻ ഉമാമഹേശ്വരൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ നീരണിയൽ ചടങ്ങ് നടന്നു. പ്രവാസിയും പ്രമുഖ ഡയറക്ടറും കേരള ഭൂഷണം മാനേജിംഗ് ഡയറക്ടറുമായ കടവിൽ ഡോക്ടർ കെ.സി. ചാക്കോയുടെയും ഡോക്ടർ അമിത് ജോർജ് ജേക്കബിന്റെയും ഉടമസ്ഥതയിൽ 1 കോടിയോളം രൂപ ചിലവഴിച്ചാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉമാമഹേശ്വരൻ ആചാര്യയുടെയും മകൻ സുരേഷ് മഹേശ്വരന്റെയും നേതൃത്വത്തിൽ 15ഓളം തൊഴിലാളികൾ 9 മാസം കൊണ്ടാണ് കടവിൽ ചുണ്ടന്റെ പണി പൂർത്തിയാക്കിയത്. 52.25 കോൽ നീളവും 52 അങ്കുലം വീതിയുമുള്ള ചുണ്ടൻ വള്ളത്തിൽ 93 തുഴക്കാരും 5 അമരക്കാരും 9 താളക്കാരും 2 ഇടിക്കാരും ഉൾപ്പെടെ 109 പേരെ വഹിക്കാനാകും. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. കാസർഗോഡ് പെരുത്തടിയിൽ വാഹനാപകടത്തിൽ NIT വിദ്യാർത്ഥി മരിച്ചു. 3 പേർക്ക് പരിക്ക്. കർണാടക